നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 17/5/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 3-ാം തീയതി, അതായത് ശനിയാഴ്ചയും പോരാടം നക്ഷത്രവും കൃഷ്ണപക്ഷ പഞ്ചമി തിഥിയും വരുന്ന ദിവസം, ഉത്തരായന കാലം, ഗ്രീഷ്മ ഋതുവിൽ, ഉദയം 6:07 AM-നും അസ്തമനം 6:36 PM-നും, രാഹുകാലം 9:14 AM മുതൽ 10:47 AM വരെയും, ഗുളികകാലം 6:07 AM മുതൽ 7:40 AM വരെയും, യമകണ്ഠകാലം 1:54 PM മുതൽ 3:28 PM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:57 AM മുതൽ 12:19 PM വരെയും, 12:23 PM മുതൽ 12:45 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം ആകട്ടെ ഇടവക്കൂറുകാർക്ക്. ഇനി നമുക്ക് ഗ്രഹനില പരിശോധിക്കാം. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ, ശനിയാഴ്ചയും പഞ്ചമി തിഥിയുമായതുകൊണ്ട് വരാഹി ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കൃഷ്ണപക്ഷമാണെങ്കിലും ശുക്ലപക്ഷമാണെങ്കിലും പഞ്ചമി തിഥിയിൽ പഞ്ചമി ദേവിയായ വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരദേവതയ്ക്കും ഉപാസനാമൂർത്തികൾക്കുമൊക്കെ നിവേദ്യം കൊടുക്കാൻ പറ്റുന്ന ദിവസവുമാണ്. പഞ്ചമി ദേവിയെ രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മറ്റ് ഉപാസനാമൂർത്തികളെയും അതാത് യാമത്തിൽ, സരസ്വതി യാമത്തിലൊക്കെ പ്രാർത്ഥിച്ചാൽ, ബ്രഹ്മമുഹൂർത്തിലൊക്കെ പ്രാർത്ഥിച്ച് അവർക്ക് നിവേദ്യമെല്ലാം കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തിയാൽ സിദ്ധിയും വരസിദ്ധിയുമൊക്കെ നമുക്ക് ലഭിക്കും. തീർച്ചയായും എല്ലാവിധ സൗഭാഗ്യങ്ങളും ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാര്, അയ്യപ്പ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ ശനി ഭഗവാനെ ദർശനം നടത്തുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കരിനീല വസ്ത്രമോ കറുപ്പ് വസ്ത്രമോ ധരിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. പ്രത്യേകിച്ചും 7:30 ശനി, കണ്ടകശനി, ജന്മശനി കാലമുള്ളവർക്ക്, 7:30 ശനി അനുഭവിക്കുന്നവരാണ് മേടക്കൂറുകാര്, അതുപോലെ തന്നെ മീനക്കൂറുകാരും കുംഭക്കൂറുകാരും. കുംഭം, മീനം, മേടം രാശിക്കാര് 7:30 ശനിയും, അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് കണ്ടകശനി, 4-ാമടുത്ത ശനി നിന്നാൽ കണ്ടകശനിയാണ്. മിഥുനൻ രാശിക്കാർക്ക് 10-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയാണ്. കന്നിരാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും കണ്ടകശനിയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനി അഷ്ടമശനിയായിട്ടും പറയുന്നു. അപ്പൊ ഈ ശനി, അഷ്ടമശനി, കണ്ടകശനി, 7:30 ശനിയൊക്കെ അനുഭവിക്കുന്നവരും, അതുപോലെ തന്നെ അതായത് മീനൻ രാശിക്കാർക്കൊക്കെ ആണെങ്കിൽ ജന്മശനിയാണ്. 7:30 ശനിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ജന്മശനിക്കാർക്ക്. അതായത് മധ്യവയസ്സുകാർക്ക് ജന്മശനി കൊണ്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം. കണ്ടകശനി ഉള്ളവർക്കാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ബുദ്ധിമുട്ടുകൾ വരാം. 10-ാം ഭാവത്തിൽ, അതായത് മിഥുനൻ രാശിക്കാർക്ക്. പക്ഷെ വ്യാഴം സ്വക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് ആ ശനിയുടെ ദോഷമൊക്കെ മാറിക്കിട്ടും. എന്നാൽ 7-ാം ഭാവത്തിൽ കന്നിരാശിക്കാർക്ക് അവരുടെ രാശിയിൽ തന്നെ കേതു നിൽക്കുകയും 7-ാമടുത്ത് സർപ്പം നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ ശനിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾക്ക് അല്പം കാലതാമസമൊക്കെ വരാം. ഇണയ്ക്കും തുണയ്ക്കുമൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് മൂലം നമുക്ക് ശനീശ്വരന് വഴിപാടൊക്കെ കഴിച്ച് നിവേദ്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ നെയ്വിളക്കൊക്കെ കത്തിക്കുക, നീരാഞ്ജനൊക്കെ കത്തിക്കുന്നത് വഴി എല്ലാവിധ ദോഷങ്ങളും മാറ്റാൻ പറ്റും. കരിനീല വസ്ത്രമോ നീല വസ്ത്രമൊക്കെ ചെയ്യുക, എള്ള് ദാനം ചെയ്യുക, നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറിക്കിട്ടും. ഇനി നമുക്ക് ഗ്രഹനില പ്രകാരം സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിൽ, ഉദയവും ഇടയത്തിൽ തന്നെയാണ്. പിന്നെ ചന്ദ്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്, ചൊവ്വ കർക്കിടകൻ രാശിയിൽ, അതുപോലെ തന്നെ ബുധൻ നിൽക്കുന്നത് മേടത്തിൽ, ഗുരു നിൽക്കുന്നത് മിഥുനത്തിൽ,
ശുക്രനും മന്ദനും സർപ്പിയും നിൽക്കുന്നത് മീനത്തിൽ, കേതു കന്യയിലുമായിട്ടാണ് ഗ്രഹങ്ങളുടേത്. ഗുളികോദയം വന്നിരിക്കുന്നത് ഇടവൻ രാശിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും 17/5/2025 ശനീശ്വരനെ പ്രാർത്ഥിച്ച് ശനി ഭഗവാൻ നെയ്വിളക്കൊക്കെ കത്തിച്ച് എല്ലാവിധ പ്രാർത്ഥനകളും ചെയ്യുന്നതോടുകൂടി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഇനി 27 നക്ഷത്രക്കാരുടെയും ഈ ദിവസത്തെ ഫലമെന്ന് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് കൂടുതൽ നിയന്ത്രണ അധികാരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. കലാരംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രത്യേക നേട്ടങ്ങൾക്കും സാഹചര്യം ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളൊക്കെ പുനരാരംഭിക്കുന്നതിനും പറ്റിയ ദിവസമാണ്. സന്താനങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. മാന്യമായ പെരുമാറ്റ രീതി കൊണ്ട് ആരെയും ആകർഷിക്കുവാൻ സാധിക്കും. ബന്ധപ്പെട്ടവർ ഗുണാനുഭവങ്ങളിൽ പങ്കാളിയാകും. സാങ്കേതിക മേഖലയുമായി IT സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയത്തിലും ധനലാഭത്തിന് സാധ്യത ഉണ്ട്. നിയമപ്രശ്നങ്ങൾ വന്നു ചേരാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അലസതയൊക്കെ വരുവാനുള്ള സാധ്യതയുമുണ്ട്. പാസ്പോർട്ട്, വിസ ഇവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്നു ചേരാം. കച്ചവട രംഗത്ത് അല്പം ആദായം കുറയുന്ന സമയവുമാണ്. പൂർവ്വ സ്വത്ത് വിൽക്കാനുള്ള ഒരു തീരുമാനം ഫലത്തിൽ വരുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് എതിരാളികളുടെ ആക്രമണവും ഉണ്ടായെന്ന് വരാം. അപ്പം എല്ലാവിധ കഷ്ടങ്ങളും മാറ്റുന്നതിന് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിഷ്ണുമായ സ്വാമിക്കൊക്കെ നിവേദ്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, കുടുംബ പരദേവതകളെ പ്രാർത്ഥിക്കുന്നത്, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമൊക്കെ തെളിക്കുന്നത്, ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ നടത്തി അവിടുത്തെ അന്നദാനത്തിലൊക്കെ പങ്കുചേരുന്നത് ഒക്കെ എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടും. പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നതും, അതായത് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കാരണം തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും. കൃഷിയിലും വ്യാപാരത്തിലും കൂടുതൽ അഭിമാനവും പുരോഗതിയും ദർശിക്കാം. ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പൊതുപ്രവർത്തകർക്ക് അംഗീകാരം വർദ്ധിക്കും. എഴുത്തുകാർക്ക് ബഹുമതികളോ അവാർഡുകളോ ഒക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഗ്രഹത്തിൽ മംഗളകർമ്മം നടക്കും. ഇഷ്ടജനങ്ങളുമായി ഇടപഴകുവാനും സന്തോഷം പങ്കിടാനും സാധിക്കും. വിദേശ ജോലിയിലെ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. അപ്രതീക്ഷിത ധനാഗമനത്തിന് യോഗം കാണുന്നു. പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. കലാപ്രവർത്തനങ്ങളിൽ നിന്ന് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും. മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാൻ ഇടയുണ്ട്. സ്ത്രീകൾക്ക് കർമ്മമേഖലയിൽ അംഗീകാരവും പ്രമോഷനും ലഭിക്കും. IT മേഖലയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗവും ചിലർക്ക് വന്നു ചേരുന്നതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാൻ ആവും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അയ്യപ്പസ്വാമിയെയും വിഷ്ണുസ്വാമിയും മറ്റ് സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശനിയാഴ്ച നെയ്ദീപം തെളിച്ച് കുടുംബ പരദേവതയ്ക്ക് നിവേദ്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉപാസനാബലം കൂട്ടുന്നതിന് ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിക്കുമ്പോൾ, വരാഹി ദേവിക്ക് പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ എല്ലാ ഗുണഫലങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട വസ്ത്രവും ഗ്രഹോപകരണവും ലഭിക്കും. ഭൂമി വാടക
ഇവയുമായി ബന്ധപ്പെട്ട് ധനലാഭത്തിന് ഇടയുണ്ട്. അതായത് ഭൂമി ക്രയവിക്രയം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. വാടക ഇനത്തിൽ അല്പം വാടക കൂട്ടിയൊക്കെ കിട്ടുവാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. വ്യാപാരത്തിൽ സാമ്പത്തിക വർധനവിന് യോഗം കാണുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും യോഗം കാണുന്നു. പോലീസ്, പട്ടാളം, സുരക്ഷാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കാര്യസാധ്യതയും കർമ്മത്തിൽ അഭിവൃദ്ധിയും വന്നു ചേരും. അയൽപക്കക്കാരുമായി വിരോധമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിക്ക് ഉദ്യോഗരംഗത്ത് നേട്ടങ്ങൾ സുനിശ്ചിതമാണ്. ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യത്തിനും അർഹത ലഭിക്കും. IT, കമ്പ്യൂട്ടർ, സാങ്കേതിക രംഗത്ത് ചുമതലകൾ വന്നു ചേരും. വിവാഹ തീരുമാനം ഉണ്ടാകുവാനും യോഗം കാണുന്നു. ദൂരയാത്രകൾ ശാരീരിക ക്ലേശം ഉണ്ടാക്കും. ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കും. സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ തുറന്നു കിട്ടുന്ന സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതിയും ആദരവും ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെയും പഞ്ചമി ദേവിയായ വരാഹി ദേവിയെയും വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, അയ്യപ്പസ്വാമി സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുവാൻ ശ്രമിക്കുക. കുടുംബപരദേവതയ്ക്ക് നെയ്ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ച് കരിനീലയോ കറുപ്പോ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്തെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കും. ബിസിനസ് വിപുലീകരണത്തിന് സാധ്യത കാണുന്നു. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്തെ പുതിയ അവസരങ്ങൾ വന്നു ചേരും. സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പം അലസതയുണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചനയ്ക്കുള്ള സാഹചര്യമുള്ളതുകൊണ്ട് ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. വാഹനം, ഗ്രഹോപകരണം ഇവയ്ക്ക് പണച്ചിലവ് വരും. അതിൻ്റെ റിപ്പയറിംഗ് വർക്കുകളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയവയ്ക്ക് ഫ്രിഡ്ജൊക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. വാഹനം എവിടെ ബ്രേക്ക് ഡൗൺ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് കുറച്ച് നല്ല സമയമാണ്. മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്കും ആദായ വർധന പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം ഉപയോഗിക്കാൻ നിർബന്ധിതമായെന്ന് വരാം. വിവാഹ കാര്യത്തിലെ തീരുമാനങ്ങളൊക്കെ അലസിപ്പിരിയാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ചില നിയമപ്രശ്നങ്ങൾ അസ്വസ്ഥതയ്ക്ക് കാരണമാകാം. രാശിയാരാധനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിയിൽ നിൽക്കുന്ന ഭദ്രകാളി അമ്മയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിക്ക് പ്രാർത്ഥന ചെയ്യുന്നത്, കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് സഹായകമാവും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എതിരാളികളുടെ പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. IT മേഖലയിലും അതായത് വിവര സാങ്കേതിക മേഖലയിൽ പുതിയ തൊഴിലവസരം ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. വിദേശത്ത് ജോലിയുള്ളവർക്ക് നാട്ടിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. പുതിയ വസ്ത്ര അലങ്കാരാദികൾ സമ്മാനമായി ലഭിക്കുവാൻ ഇടയുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തടസ്സങ്ങൾ മാറിക്കിട്ടും. സെയിൽസ്, മാർക്കറ്റിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടുന്നതാണ്. ആത്മവിശ്വാസം വളർത്തുന്ന സംഭവങ്ങൾ പ്രവർത്തന രംഗത്ത് വന്നു ചേരുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനും കഴിയും. ക്ലേശകരമെന്ന് കരുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ നിർവഹിക്കുവാൻ കഴിയും. യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ്. നിർമ്മാണ രംഗത്ത് ആദായ വർധന ഉണ്ടാകും.
മാധ്യമരംഗത്തുള്ളവർക്കും ഒരു നല്ല ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരവും ലഭിക്കുന്ന പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു, സർവാഭിഷ്ടങ്ങളും സാധിച്ചു തരാൻ നിൽക്കുന്നു. പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി വിഷ്ണുമായ സ്വാമിമാരെ, അതായത് ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ്, ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ശനീശ്വരന് നെയ്ദീപം കൊളുത്തുന്നത്, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം തെളിക്കുന്നത്, കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ രാത്രി സമയങ്ങളിൽ പൂജ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതോടുകൂടി ഗുണഫലങ്ങൾ 100 ഇരട്ടിയാകുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. അത് ഒരു ലോട്ടറി ഭാഗ്യം വഴിയാണെങ്കിലും ഇല്ലെങ്കിൽ കേസുകളൊക്കെ കുറച്ച് മുടങ്ങിക്കിടന്നിരുന്ന ബില്ലുകളൊക്കെ പാസ്സായി കിട്ടുവാനൊക്കെ ഉള്ള ഒരു യോഗം കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ നേടുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരവും സ്വാധീനവും ഒക്കെ വർദ്ധിക്കുന്ന ദിവസമാണ്. സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. വാഹനാദി ഗൃഹോപകരണങ്ങൾ ലോൺ എടുത്ത് വാങ്ങുമ്പോൾ ലോൺ അടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ സ്ഥാനപ്രാപ്തി ഉണ്ടാകും. വിദഗ്ധ ചികിത്സയ്ക്ക് പോകേണ്ടതായി വരും. രോഗശാന്തി വരുത്തുന്നതിന് അത് അത്യന്താപേക്ഷിതമായി വന്നേക്കാം. അതുപോലെ അധ്യാപകരുമായോ സതീർത്ഥ്യനുമായോ ശത്രുതയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കച്ചവട സ്ഥാപനത്തിലൊക്കെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുവാൻ യോഗം കാണുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിന് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ നേടിയെടുക്കും. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ആനുകൂല്യങ്ങളെല്ലാം ഫലത്തിൽ വരാൻ പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അവിൽനിവേദ്യമൊക്കെ കഴിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും ഗണപതിക്ക് നാളികേരം അടയ്ക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണത്തിന് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. വാഹനം, ഗ്രഹോപകരണം എന്നിവയ്ക്ക് വേണ്ടി അല്പം പണം ചിലവഴിക്കും. നിലവിലുള്ള ജോലിയിൽ നിന്ന് മെച്ചപ്പെട്ട ജോലിയിലേക്ക് മാറ്റത്തിന് ശ്രമിക്കും. കരാർ ജോലികളുമായി ബന്ധപ്പെട്ടവർക്ക് കരാറൊക്കെ ഉറച്ച് കിട്ടുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നു. സ്ഥിരപ്പെടുത്തി കിട്ടുവാനൊക്കെ ചിലപ്പോൾ സാഹചര്യം വന്നു ചേരാം. വിവാഹ കാര്യത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. പൊതുപ്രവർത്തനങ്ങളിൽ സ്ഥാനലബ്ധിക്ക് യോഗം കാണുന്നു. കർമ്മമണ്ഡലത്തിൽ ഗുണപരമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. വിശേഷ ദേവാലയ സന്ദർശനത്തിന് യോഗം കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം, കർമ്മം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. അല്പം കൂടി ക്ഷമയോട് കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ യോഗം കാണുന്നു. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ്. സന്താനങ്ങളുടെ ജോലി കാര്യത്തിലും തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും കൈവരും. മംഗളകർമ്മങ്ങൾ നടത്തിക്കൊടുക്കുകയോ അതിൽ പങ്കുചേരുകയോ ചെയ്യാം. ആരോഗ്യസ്ഥിതി മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശനീശ്വരനെയും കൂടി പ്രാർത്ഥിക്കൂ. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ ശാരീരിക ക്ലേശം വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കും. പ്രത്യേകിച്ചും അപകട സാധ്യതയുള്ള ജോലി ചെയ്യുന്നവർ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അയൽപക്കക്കാരുമായും അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്.
രോഗാദി ക്ലേശങ്ങൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. തോട്ടം, കൃഷി, മലഞ്ചരക്ക് വ്യാപാരം തുടങ്ങിയവയിൽ നിന്നും അല്പം ആദായം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾ വഴി സഹായ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുരംഗത്തുള്ളവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. ബിസിനസ്സിൽ നവീകരണവും അഭിവൃദ്ധിയും ഉണ്ടാവും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഔദ്യോഗികമായി പ്രമോഷനും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം വരുന്നതിന് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കൃഷിയിലെ നഷ്ടങ്ങളൊക്കെ കുറഞ്ഞ് എല്ലാം അനുകൂലമായി തരുവാൻ കൃഷ്ണമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ച് പൂർത്തിയാക്കുവാൻ ശ്രമിക്കും. പൊതുപ്രവർത്തകർക്ക് അണികളുടെ പിന്തുണയും പ്രാതിനിധ്യവും കിട്ടും. വാദ്യകലാകാരന്മാർക്ക് അനുകൂലമായ സമയം വന്നു ചേരുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടതായി വരും. ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കാം. കാര്യതടസ്സം ഇടയ്ക്കിടെ മാറിപ്പോവും. വിവാഹം നടക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. പൂർവിക സ്വത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കില്ല. അനാവശ്യമായി ചിലവുകൾ വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും സഹായമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം, അനുകൂലമായ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയം വന്നു ചേരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥലത്തെ മേലധികാരികളുടെ അതൃപ്തിക്കിട വരാതെ നോക്കണം. ബന്ധുജനങ്ങളിൽ നിന്ന് സമ്മാന ലാഭം പ്രതീക്ഷിക്കാം. വിശേഷ ദേവാലയ ദർശനത്തിനുള്ള യോഗവും കാണുന്നു. തനിക്കെതിരെ കള്ളരേഖകളോ വാർത്തകളോ ചമയ്ക്കാൻ മറ്റുള്ളവർ തയ്യാറായേക്കാം. തൊഴിൽ രംഗത്തെ ക്ലേശാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും. ആരോഗ്യവും അത്ര തൃപ്തികരമായി തോന്നുകയില്ല. പിതാവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിനും ചിലപ്പോൾ വഴിയുണ്ടായേക്കാം. സന്താനങ്ങളെ കൊണ്ടോ സന്താന തുല്യവരായവരെ കൊണ്ടോ സന്തോഷം അനുഭവിക്കുവാൻ യോഗം കാണുന്നു. തടസ്സപ്പെട്ട് കിടന്ന വിവാഹകാര്യം പുനരാലോചനയിൽ വരും. പോലീസ്, സൈനിക ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത പ്രതീക്ഷിക്കാം. ഭൂമി സംബന്ധമായ ക്രയവിക്രയം നടന്നു കിട്ടും. മരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത. ചില പ്രധാന രേഖകൾ കൈവശം വന്നു ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് യോഗം കാണുന്നു. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും അകൽച്ച സംഭവിക്കുവാൻ ഇടയുണ്ട്. സർക്കാരിൽ നിന്നും ധന ആനുകൂല്യത്തിനും യോഗം കാണുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി നടന്നു കിട്ടുവാൻ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയസ്വാമിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത്, വെറ്റിലമാല ചാർത്തുന്നത്, വടമാല ചാർത്തുന്നത്, അവിൽ നിവേദ്യം കഴിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത്, വിഷ്ണുമായ ചാത്തൻ സ്വാമിമാർക്ക് നിവേദ്യം സമർപ്പിക്കുന്നത്, വെള്ളാട്ട് വഴിപാട് കഴിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കരിനീലയോ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രാഭരണങ്ങളും ഗ്രഹോപകരണങ്ങളും ലഭിക്കും. കുടുംബത്തിൽ വിഷമകരമായ സംസാര വിഷയങ്ങൾ സംസാരിക്കേണ്ടതായ ആവശ്യം വന്നു ചേരും. ക്രയവിക്രയങ്ങളിൽ നിന്നും അല്പം ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യ യാത്രകൾക്കും പണച്ചിലവിനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ തീരുമാനമുണ്ടാകും. ജോലിയിൽ താല്പര്യം വർദ്ധിക്കും.
ബിസിനസ്സിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നു ചേരും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യത്തിന് അർഹതയുണ്ടാവും. ചികിത്സയ്ക്കായി ധനം ചിലവഴിക്കേണ്ടതായി വരും. കർമ്മരംഗം കൂടുതൽ കലുഷിതമാവാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദൈവാധീനക്കുറവ് ഏത് കാര്യത്തിലും അനുഭവപ്പെട്ടേക്കാം. നിയമ വ്യവഹാരങ്ങളിൽ കഴിയുന്നവർക്ക് കോടതി വിധി അനുകൂലമായി തീരാം. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനാകും. ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ശ്രമം വിജയിക്കും. കാർഷിക രംഗത്തും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. എല്ലാ ശുഭകാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിന് രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റില മാല വടവഴിപാടൊക്കെ കഴിക്കുന്നത്, വടമാലയൊക്കെ ചാത്തുന്നത്, അതുപോലെ തന്നെ അവിൽ നിവേദ്യം വഴിപാട് കഴിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത്, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലൊക്കെ വെള്ളാട്ട് വഴിപാടൊക്കെ കഴിക്കുന്നത്, സ്വാമിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത്, പഞ്ചമി ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ നടത്തുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരിൽ നിന്നും ഉദ്ദേശിച്ച ഗുണങ്ങൾ കിട്ടിയെന്ന് വരില്ല. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കുചേരും. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും. കാർഷിക വിളകൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് വരില്ല. ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ആദായ മാർഗങ്ങളിൽ നിന്നും ധനവരുമാനം മെച്ചപ്പെടും. കാർഷിക വിഭവങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹം നിർമ്മിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തി ഉണ്ടാകും. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമായതിനാൽ അപകടങ്ങൾ പലതും ഒഴിഞ്ഞു പോകും. ജോലിയിൽ പ്രൊമോഷൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കി ബിസിനസ് മെച്ചപ്പെടുത്തും. കാർഷിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അധ്വാന ഭാരം വർദ്ധിക്കും. അന്യരുടെ ആദരവ് പിടിച്ചുപറ്റും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ കൂടി പ്രാർത്ഥിക്കുന്നത്, നാഗദേവതകൾക്ക് വഴിപാട് കഴിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത്, കറുപ്പവും നീലയോ വസ്ത്രം ധരിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധിക്കട്ടെ. അതിന് ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വരാഹി ദേവിയുടെ അനുഗ്രഹത്തിനായി കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.